ഹലോ, ഇന്ന് ഞാൻ ഇവിടെ സോയാബീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ ആണിത്. ഇത് ചിക്കൻ കറി മാറി നിൽക്കും ഇതിന്റെ ടേസ്റ്റ്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു വെക്കണം. അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 10-15 മിനിറ്റ് നമ്മൾ അതിൽ തിളച്ച വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചതൊന്ന് സോക്ക് ചെയ്യണം. ഇത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചുമന്ന ഉള്ളി, പിന്നെ ഇഞ്ചി ഇതുപോലെ അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, ഇത്രയും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി അരിയണമെന്നില്ല, ചതയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞാൽ മതി. ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും പിന്നെ ആ പച്ചമുളകും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഒരു രൂപത്തിൽ നമ്മളിവിടെ എല്ലാം കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചു. ഇനി നമ്മൾ അതിനകത്തേക്ക് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള കൂടി ചേർക്കണം. ഞാനിവിടെ ചെറിയ 2 സബോള എടുത്തിരിക്കുന്നത്. നമ്മൾ അതുകൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. അതെന്തിനാന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അത് വഴഞ്ഞു വരും. ഏകദേശം ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇനി അതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു പാകം എത്തിക്കഴിയുമ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഉള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചപ്പ് മാറുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തത് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി ഞാനിവിടെ ചേർക്കുന്നത് ഒരു 3 സ്പൂണാണ്. 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇനി ഗരം മസാല കൂടി ചേർക്കണം. അത് ഞാൻ ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ പൊടികളുടെ പച്ചപ്പ് മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇതിലെ പ്രധാനപ്പെട്ട ഐറ്റം ചേർക്കാൻ പോകുന്നത്. നമ്മളവിടെ സോക്ക് ചെയ്യാൻ വച്ചിരിക്കുന്ന സോയാബീൻ ഞാൻ 3-4 പ്രാവശ്യം കഴുകിയിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സോയാബീൻ കറി ഏകദേശം പൂർണ്ണമായി. ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് ചേർക്കണം. ഒരു 3 സ്പൂൺ ടൊമാറ്റോ സോസ് അതുകൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ ഫ്രൈ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതല്ല നമുക്ക് ഇച്ചിരി ഗ്രേവി വേണമെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇതാവാം. ഇതിപ്പം ഞാൻ തീരെ ഫ്രൈയും അല്ല, ഒരുപാട് ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. കേട്ടോ ഇന്നത്തെ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള സോയാബീൻ കറി. ഇത് ചിക്കൻ കറി മാറി നിൽക്കും ഇതിൻ്റെ ടേസ്റ്റ്. അടിപൊളി, സൂപ്പർ.